നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ആസക്തിയും അഡിക്ഷനും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ വിശകലനം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആസക്തി എന്നത് ഒരു കാര്യമോ വ്യക്തിയോ പ്രവൃത്തിയോ സംബന്ധിച്ചുള്ള ഗാഢമായ താൽപ്പര്യം അല്ലെങ്കിൽ ആഗ്രഹമാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മെ ആകർഷിക്കുന്ന, വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നിക്കുന്ന ഒരു പ്രവൃത്തിയോ ആസ്വദിക്കാൻ തോന്നുന്ന ഒരു വിഷയമോ ആണ്. ആസക്തിയുടെ വിവിധ തരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വായന, കല, സംഗീതം, സാമൂഹ്യ സേവനം തുടങ്ങിയ പോസിറ്റീവ് ആസക്തികൾ ഉണ്ട്. വ്യക്തിയുടെ വളർച്ചയ്ക്കും സന്തോഷത്തിനും ഇത് സഹായകരവും ആണ്. മദ്യം, മയക്കുമരുന്ന്, അമിതമായ ഗെയിംസ് കളി, സോഷ്യൽ മീഡിയയിലുള്ള അടിമത്തം ഇവ നെഗറ്റീവ് ആസക്തി ഉണ്ടാക്കുന്നവയാണ്. വ്യക്തികളുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ജീവിതത്തിനെയും ഇത് അതിയായി ബാധിക്കുന്നു. ആസക്തിയുടെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ആസക്തി ഒരു വ്യക്തിയുടെ ഹോബികൾക്കും കരിയറിനും വഴികാട്ടിയാകാം. ജീവിതത്തിന് ഇത് പ്രചോദനവും ഉത്സാഹവും നൽകും. എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അടിമത്തത്തിലും നഷ്ടത്തിലും അവ നമ്മെ എത്തിക്കും. അതായത് ആസക്തി എന്നത് താല്പര്യത്തിൻ്റെ ഒരു ശക്തമായ രൂപമാണ്. നല്ല കാര്യത്തിനായാൽ അത് വളർച്ചയ്ക്കും സുഖത്തിനും കാരണമാകും. തെറ്റായ കാര്യങ്ങളായാൽ അത് ജീവിതം തന്നെ ആകെ തകർക്കും. ആസക്തിയും അടിമത്വവും അല്ലെങ്കിൽ അഡിക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ആസക്തി ഒരു താല്പര്യവും അടിമത്തം ഒരു അഡിക്ഷനും ആണ്. അതുകൊണ്ട് അവ തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. ആസക്തി എന്നത് ഒരു കാര്യത്തിൽ താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടി ഏർപ്പെടുന്നത് ആണ്. അത് വ്യക്തി നിയന്ത്രണം ഉൾപ്പെട്ടിട്ടുണ്ട്. വ്യക്തിക്ക് അത് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അതിൻ്റെ ഫലമായി ആസക്തി മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു, നമ്മുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം, വായന, ചിത്രരചന, ഗാർഡനിങ്, സംഗീതം ഇതെല്ലാം ജീവിതത്തിൽ പോസിറ്റീവ് സ്വാധീനമുള്ളതും വളർച്ചയ്ക്കും സന്തോഷത്തിനും കാരണമാകുന്നതും ആണ്. അടിമത്തം അതായത് അഡിക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാൾക്ക് നിയന്ത്രണം നഷ്ടമായി ചെയ്യാതെ വയ്യാത്ത ഒരവസ്ഥയിൽ, ചെയ്യാതെ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥയിൽ അത് എത്തിപ്പെടുന്നു. അഡിക്ഷനുള്ള ഒരാൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തിയോട് അയാൾക്ക് നിയന്ത്രണം ഒട്ടുമേ ഇല്ലാതെയാകുന്നു. അയാളെ സ്വന്തം ഇഷ്ടപ്രകാരം വിടാൻ കഴിയുകയില്ല. കാരണം അത് അയാളെ മാനസികമായി ആ പ്രവൃത്തിയുടെ അടിമയാക്കുന്നു. അയാൾക്ക് ആ പ്രവൃത്തിയിൽ ശാരീരിക ആശ്രയമുണ്ടായി മാറുന്നു. അതിൻ്റെ ഫലമായി അയാളുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും തൊഴിലിനെയും സാമ്പത്തികമായ ജീവിതത്തെയും അത് തീർത്തും ബാധിക്കുന്നു. ഉദാഹരണം, മദ്യം, മയക്കുമരുന്ന്, അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം, ഓൺലൈൻ ഗെയിംസ് തുടങ്ങിയവ ജീവിതത്തിൽ നെഗറ്റീവ് സ്വാധീനം, നഷ്ടങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആസക്തി വളർച്ചയിലേക്ക് നയിക്കുന്ന നല്ല ശീലവും അടിമത്തം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ദോഷകരമായ ഒരു ശീലവുമാണെന്ന് പറയാം. അതായത് ആസക്തിയെ നാം നിയന്ത്രിക്കുമ്പോൾ അടിമത്തം നമ്മെ നിയന്ത്രിക്കുന്നു എന്ന് ഉള്ളതാണ്. നല്ല ആസക്തിയെ വളർത്താൻ ഉള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം. നല്ല ആസക്തിയെ വളർത്താനുള്ള പ്രധാന മാർഗം താല്പര്യം കണ്ടെത്തുക എന്നുള്ളതാണ്. വായന, സംഗീതം, കല, കൃഷി തുടങ്ങിയ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ചെറിയ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുക. കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. സമയം കളയുന്ന കാര്യങ്ങൾ കുറച്ച് ആസക്തിക്ക് സമയം കൂടുതൽ നൽകുക. സുഹൃത്തുക്കൾ, കുടുംബം, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ എന്നിവയുമായി നല്ല ആസക്തികൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകൾ പങ്കുവെച്ചാൽ ഉത്സാഹം കൂടും. പഠനം, ട്രെയിനിങ്, പുതിയ കഴിവുകൾ, മത്സരങ്ങൾ തുടങ്ങിയവയിലൂടെ കഴിവ് വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യാം. അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ? ആദ്യം നമ്മൾ പ്രശ്നം തിരിച്ചറിയുക. ഇതെൻ്റെ സമയവും ആരോഗ്യവും ബന്ധങ്ങളും നഷ്ടപ്പെടുത്തുന്നു എന്ന് അംഗീകരിക്കുക. അത് കണ്ട് ചെറിയ നിയന്ത്രണം തുടങ്ങുക. യൂസേജ് ടൈം കുറയ്ക്കുക. ഉദാഹരണത്തിന് 5 മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ അത് 2 മണിക്കൂറായി കുറയ്ക്കുക. അതിന് പകരം വ്യായാമം, വായന, മെഡിറ്റേഷൻ, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, വ്യത്യസ്ത പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുക. സ്വയം പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ കിട്ടുന്നില്ലെങ്കിൽ സഹായം തേടുക എന്നിവ ചെയ്യുക. കുടുംബം, സുഹൃത്തുക്കൾ, സപ്പോർട്ട് ഗ്രൂപ്പ്സ് എന്നിവയായിട്ട് ബന്ധപ്പെടുക. പ്രശ്നം ഗുരുതരമാണെങ്കിൽ കൗൺസിലേഴ്സോ ഡോക്ടേഴ്സിൻ്റെയോ സഹായം തേടുക. സ്വയം പ്രോത്സാഹിപ്പിക്കുക. ചെറുതായാലും
ഓരോ വിജയവും ആഘോഷിക്കുക. ആത്മസംയമനം വളർത്തുക. ആസക്തിയെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെടുത്തിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം. ഒരാൾക്ക് നല്ല ആസക്തികളായ വായനയോ സംഗീതമോ എല്ലാം ഉണ്ടെന്ന് കരുതുക. അത് ജോലിയെയോ പഠിത്തത്തിലെ സമ്മർദ്ദത്തെയോ കുറയ്ക്കുന്നു. മനസ്സിനെ സമാധാനത്തിലാക്കും. പുതിയ അറിവുകൾ ലഭിച്ച് വ്യക്തിയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സഹായിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ആസക്തി വ്യക്തിജീവിതത്തെ സമ്പന്നമാക്കുന്നൊരു ശക്തിയാണ്. എന്നാൽ ഒരാൾക്ക് വ്യക്തിജീവിതത്തിൽ മദ്യത്തിനോ സോഷ്യൽ മീഡിയയിലോ ഗെയിംസിലോ അഡിക്ഷൻ ആണെങ്കിൽ അത് ജോലിയെയും പഠനത്തെയും ബാധിക്കും. സമയം, പണം എന്നിവ നഷ്ടപ്പെടുത്തുന്നതിനാൽ കുടുംബ ബന്ധങ്ങളും ക്ഷയിക്കും. ഉറക്കക്കുറവ്, രോഗങ്ങൾ എന്നിവ മൂലം ആരോഗ്യം തകരും. അങ്ങനെ അയാളുടെ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അടിമത്തം വ്യക്തിജീവിതത്തെ തകർക്കുന്നൊരു ചങ്ങലയാണെന്നറിയുക. ആസക്തിയുടെയും അടിമത്തത്തിൻ്റെയും സാമൂഹിക തലത്തിലെ പ്രസക്തി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നല്ല ആസക്തി സമൂഹത്തിൽ പുതിയ കഴിവുകൾ, വികസനം എന്നിവ സൃഷ്ടിക്കുന്നു. കല, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ബൗദ്ധിക വളർച്ചയെ അത് ബാധിക്കുന്നു. കൂടാതെ സാംസ്കാരിക സമ്പുഷ്ടിയും ലഭ്യമാകുന്നു. സംഗീതം, നാടകം, ചിത്രകല, കായികം എന്നിവയിലെ ആസക്തി സമൂഹത്തിൻ്റെ സാംസ്കാരികം ശക്തമാക്കുകയും ചെയ്യുന്നു. സാമൂഹിക ഐക്യം വളർത്തുന്നു. പൊതുപ്രവർത്തനങ്ങളിൽ, സേവന പ്രവർത്തനങ്ങളിൽ, കൂട്ടായ്മകളിൽ ഉള്ള പങ്കാളിത്തം വർദ്ധിക്കുകയും ചെയ്യുന്നു. സ്പോർട്സ്, റീഡിംഗ് ക്ലബ്ബ്, വോളണ്ടിയറിംഗ് തുടങ്ങിയ നല്ല ആസക്തികൾ കുറ്റകൃത്യങ്ങളും വ്യസനങ്ങളും കുറയ്ക്കുന്നു. അങ്ങനെ ആരോഗ്യകരമായ ഒരു സമൂഹം വാർക്കപ്പെടുന്നു. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവർക്ക് ചികിത്സ ആവശ്യമായി വരും. അത് ആരോഗ്യ ചിലവ് വർദ്ധിപ്പിക്കുന്നു. തന്മൂലം അഡിക്ഷൻ സമൂഹത്തിൽ പൊതുജന ആരോഗ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. അഡിക്ഷൻ കുടുംബ ബന്ധങ്ങളും കുട്ടികളുടെ വളർച്ചയെയും തകർക്കുന്നു. മയക്കുമരുന്ന്, മദ്യം, ഗാംബ്ലിംഗ് തുടങ്ങിയ സാമൂഹിക അവസ്ഥകൾ അക്രമത്തിനും കുറ്റകൃത്യങ്ങൾ, അപകടങ്ങളും എന്നിവയ്ക്കും കാരണമാകുന്നു. അഡിക്ഷൻ ആളുകളുടെ ജോലി, വിദ്യാഭ്യാസ ശേഷി എന്നിവ കുറയ്ക്കുന്നു. രാജ്യത്തിൻ്റെ വികസനത്തെയും അത് ബാധിക്കുന്നു. അത് സമൂഹത്തിൻ്റെ ഉൽപ്പാദനശേഷി കുറയ്ക്കുന്നു. അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, സ്ട്രീറ്റ് ക്രൈംസ് എന്നിവ കൂടിയിട്ട് യുവജനങ്ങൾ തെറ്റായ വഴികളിലേക്ക് തിരിയുന്നു. നല്ല ആസക്തികൾ വളർത്തുന്ന ഒരു സമൂഹം അറിവും സംസ്കാരവും വളർന്നൊരു രാഷ്ട്രമായി മാറുകയും ചെയ്യും. അടിമത്തത്തിൽ മുങ്ങിയ സമൂഹം രോഗം, കുറ്റകൃത്യം, ആക്രമം തുടങ്ങിയവയിൽ സമൂഹത്തെയും രാഷ്ട്രത്തെയും പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുന്നു. അതായത് ആസക്തി സമൂഹത്തെ ഉയർത്തുകയും അഡിക്ഷൻ സമൂഹത്തെ താഴ്ത്തുകയും ചെയ്യുന്നു. ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ആസക്തിയും അഡിക്ഷനും ഒരു സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന പല ജീവിതങ്ങളിൽ കൂടിയും എനിക്ക് കാണാനിടയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.